വാർത്തകളും നോട്ടിഫിക്കേഷനും ലഭിക്കാൻ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തുള്ള ബെൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കും. ഈ വർഷം കഴിഞ്ഞ കേരള നിയമസഭാ തെരഞ്ഞെടുപ്പ് സമയത്ത് കേരളത്തിൽ ബി.ജെ.പിക്ക് ഒരുപാട് വലിയ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. കേരളത്തിൽ 35 സീറ്റുകളിലധികം നേടുമെന്നും കേരളം ആര് ഭരിക്കുമെന്നുമൊക്കെ ഞങ്ങളായിരിക്കും തീരുമാനിക്കുക എന്നൊക്കെ കെ സുരേന്ദ്രൻ പറഞ്ഞതൊക്കെ നമ്മളൊന്നും അത്ര പെട്ടെന്ന് മറന്നു കാണില്ല. എന്നാൽ ബി.ജെ.പിക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലമെണ്ണുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് വരെ ഈ ആത്മവിശ്വാസവും പ്രതീക്ഷയും വളരെ വലിയ രീതിയിലുണ്ടായിരുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നപ്പോൾ ആ പ്രതീക്ഷയൊക്കെ ഒന്നാകെ തകർന്നു തരിപ്പണമായി. കേരളത്തിൽ ഉണ്ടായിരുന്ന നേമത്തെ സീറ്റ് പോലും ബി.ജെ.പിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നഷ്ടമായി. അങ്ങനെ കേരളത്തിൽ ബി.ജെ.പി വീണ്ടും സംപൂജ്യരായി. എന്നാൽ ഈ സംപൂജ്യരായതുകൊണ്ട് ഞങ്ങൾ അടങ്ങി നിൽക്കില്ല എന്ന പ്രഖ്യാപനവുമായാണ് ഇപ്പോൾ ബി.ജെ.പി വീണ്ടും രംഗത്ത് വന്നിരിക്കുന്നത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ഒരു ജില്ലയിൽ മൊത്തം ഞങ്ങൾ താമര വിരിയിക്കുമെന്നാണ് ബി.ജെ.പിയുടെ പുതിയ പ്രഖ്യാപനം. ബി.ജെ.പിയുടെ നേതൃയോഗത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ ഒരു ജില്ലയിലാകെ ഞങ്ങൾ താമര തണ്ടു ഉറപ്പിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത്. കെ സുരേന്ദ്രനും വി മുരളീധരനും ഒക്കെയുള്ള ബി.ജെ.പിയുടെ നേതൃയോഗത്തിലാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിൽ ഞങ്ങൾ വിജയിക്കുമെന്ന ബി.ജെ.പി നേതൃത്വം ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ഇതിന് കാരണമായി പറയുന്നത് നോർത്ത് ഇന്ത്യയിൽ ബി.ജെ.പി നടപ്പിലാക്കുന്ന ആ വർഗീയ അജണ്ടകളൊന്നും കേരളത്തിൽ നടപ്പിലാകില്ല എന്നും കേരളത്തിൽ പുതിയൊരു രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി മുന്നോട്ട് പോകണമെന്നും അങ്ങനെ പോയാൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ല സ്വന്തമാക്കാമെന്ന പ്രതീക്ഷയിലാണ് ബി.ജെ.പി ഉള്ളത്. അതിന് ബി.ജെ.പി കാണുന്ന ചില കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം കേരളത്തിൽ ക്രിസ്ത്യൻ മതവിശ്വാസികൾ കൂടുതലായും താമസിക്കുന്ന ഒരു ജില്ലയാണ് കോട്ടയം എന്നുള്ളത്. ഈ കോട്ടയത്തെ ക്രിസ്ത്യൻ മതവിശ്വാസികളെ തങ്ങളോടൊപ്പം ചേർത്ത് നിർത്തിക്കൊണ്ട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ വിജയമുറപ്പിക്കാനാണ് ബി.ജെ.പി ഇപ്പോൾ പദ്ധതിയിട്ടിരിക്കുന്നത്. പാലാ ബിഷപ്പിന്റെ നാർക്കോട്ടിക് ജിഹാദ് കേരളത്തിൽ വലിയ വിവാദമായപ്പോൾ ബി.ജെ.പി ആണ് പാലാ ബിഷപ്പിന് പൂർണ്ണ പിന്തുണയുമായി രംഗത്ത് വന്നത്. ഇത്തരത്തിൽ ബി.ജെ.പിക്കാർ പാലാ ബിഷപ്പിന് പിന്തുണ നൽകിയതോടെ ക്രിസംഗികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ഉയർന്നു വരികയും അവർ വളരെ വ്യാപകമായി സമൂഹത്തിൽ മുസ്ലിം വിദ്വേഷ പ്രചരണങ്ങൾ സമൂഹ മാധ്യമങ്ങൾക്കുള്ളിലും പുറത്തുമായി നടത്തുകയും ചെയ്തിരുന്നു. ഈ ക്രിസംഗികളെ ലക്ഷ്യമിട്ടുകൊണ്ട് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയത്ത് ഒരു സീറ്റ് നേടുക എന്നതാണ് ബി.ജെ.പിയുടെ ലക്ഷ്യം എന്നാണ് ബി.ജെ.പിയുടെ നേതൃയോഗത്തിൽ നിന്ന് വന്ന തീരുമാനമെന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. അല്ലെങ്കിൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ വിജയിക്കുക എന്ന ലക്ഷ്യവും ബി.ജെ.പിയുടെ നേതൃയോഗത്തിൽ പദ്ധതിയിട്ടിട്ടുണ്ട്. ഏതായാലും ബി.ജെ.പി എല്ലാ തെരഞ്ഞെടുപ്പ് സമയത്തും ഓരോ അവകാശങ്ങൾ പറയാറുണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ കേരളത്തിൽ 35 സീറ്റ് നേടുമെന്നും അല്ലെങ്കിൽ കേരളം ആര് ഭരിക്കുമെന്നുമൊക്കെ ഞങ്ങൾ തീരുമാനിക്കുമെന്നുമൊക്കെ ബി.ജെ.പി പറയാറുണ്ട്. ഈ ശ്രീധരൻ അടക്കം പറഞ്ഞത് ഞാൻ അടുത്ത മുഖ്യമന്ത്രി ആയേക്കുമെന്നൊക്കെ അദ്ദേഹം പറഞ്ഞിരുന്നു. ഇത്തരത്തിൽ പല വിധത്തിലുള്ള അവകാശവാദങ്ങൾ തെരഞ്ഞെടുപ്പ് സമയത്ത് ബി.ജെ.പി ഉയർത്താറുണ്ട്. എന്നാൽ ഇത്തവണ കുറച്ച് നേരത്തെയാണെന്ന് മാത്രം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ഇനിയും വർഷങ്ങൾ ബാക്കി നിൽക്കെ ഇപ്പോഴേ ബി.ജെ.പി അവകാശവാദവുമായി രംഗത്ത് വന്നിരിക്കുകയാണ്. കോട്ടയം ജില്ലയിലെ വിവിധ മണ്ഡലങ്ങളിൽ ഞങ്ങൾ വിജയിക്കുമെന്ന്. ഏതായാലും ബി.ജെ.പിയുടെ ആ പദ്ധതി എത്രത്തോളം നടപ്പാകുമെന്ന് കണ്ടറിയാം. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.